എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പദ്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാതി കൗതുകം വാസുദേവ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. അനുസരതി ജനൗഘേ കൗതുക വ്യാകുലാക്ഷേ. അനുസരതി എന്നു പറഞ്ഞാൽ അനുനയത്തിലൊന്നെടുക്കാൻ വേണ്ടി ചെല്ലാണ്. ആര്? ഗോപിമാരും ഗോപന്മാരും. അതാണിവിടെ ജനൗഘേ എന്ന് പറയുന്നത്, ജനക്കൂട്ടം. ഇവിടെ ജനക്കൂട്ടമായി കാണുന്നത് ഗോപന്മാരെയാണ്. അവർക്ക് കണ്ണനെ ഒന്നിങ്ങോട്ട് പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് വാരിയെടുക്കണം. അതിനാണിവിടെ അനുസരതി എന്ന് സൂചിപ്പിക്കുന്നത്. കൗതുകവ്യാകുലാക്ഷി. ഇങ്ങനെയാ ഓടിച്ചെന്ന് എടുക്കാൻ തുടങ്ങുന്നത്? കൗതുകത്തോടെയുള്ള നോട്ടത്തോടെ. കിമപി കൃതനിനാദം. ആ സമയത്ത് കണ്ണൻ എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പിന്നെ എന്താ ചെയ്ത്? വ്യാഹസന്തൗ ദ്രവന്തൗ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അതായത് ഗോപന്മാർക്ക് പിടിക്കാൻ കിട്ടിയില്ല. വലിതവദന പദ്മം. വിടർന്ന താമരപ്പൂ പോലെയുള്ള ആ മുഖം എന്താ ചെയ്യുന്നേ? പൃഷ്ടത ദത്തദൃഷ്ടി. ആ മുഖം വെട്ടിത്തിരിച്ച് പിന്നോട്ട് നോക്കുകയും ചെയ്യുന്നവരുമായ ആ രാമകൃഷ്ണന്മാർ. കിം ഇവ കൗതുകം ന വിദധാതേ. കണ്ടു നിന്നവർക്ക് എന്തൊരു കൗതുകത്തെയാണ് നൽകാഞ്ഞത് എന്നും ആവാം. ന എന്ന് വരുന്നത് കൊണ്ട് അവിടെ വിപരീതാർത്ഥത്തിൽ പറയാണ്. അതായത് കണ്ടു നിന്നവർക്കെല്ലാം എന്തൊരു കൗതുകത്തെ തന്നെ നൽകിയില്ല എന്ന് ചോദിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഹേ വാസുദേവ, വസുദേവപുത്രനായ കണ്ണാ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? കൗതുകാകുല നേത്രങ്ങളോടു കൂടിയ ഗോപന്മാർ പിടിക്കാനായി പിന്നാലെ വരുമ്പോൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചിരിച്ച് ഓടിപ്പോകുകയും മുഖാംബുജങ്ങൾ പിന്നോക്കം തിരിച്ചു നോക്കുകയും ചെയ്തിരുന്ന നിങ്ങൾ ഏവർക്കും കൗതുകമുണ്ടാക്കി. അതായത് ചെറിയ കുട്ടികളെ ഒന്ന് വാരിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ രാമകൃഷ്ണന്മാർ ഓമനത്വമുള്ള കുട്ടികളാണ്. പിടിക്കാൻ അങ്ങനെ ഓടി പിന്നാലെ ചെല്ലുമ്പോൾ അതിലും വേഗതയിൽ ഓടിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കും കൃഷ്ണനും രാമനും. ആ സമയത്ത് നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന് വർണ്ണിക്കുകയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.